ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നാം വിചിന്തന വിഷയമാക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങളാണ്. സ്നേഹമുള്ളവരെ, നിയമമെന്ന് കേൾക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനോമുകുരത്തിൽ തെളിഞ്ഞു വരും. നിയമം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് നീതിക്ക് വേണ്ടിയാണ്. മനുഷ്യഹൃദയങ്ങൾ തെറ്റും ശരിയും തിരിച്ചറിയാൻ ഈ ലോകത്തിൽ നിയമങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ലോകത്തിൽ നിയമത്തെ വെറുക്കുന്നവരും സ്നേഹിക്കുന്നവരുമുണ്ട്. നിയമത്തിന്റെ കാതലായ വശങ്ങൾ ഉൾക്കൊള്ളുന്നവർക്കേ സത്യവും നീതിയും തിരിച്ചറിയാനാവൂ. എന്തേ ലോകം ഇങ്ങനെയെന്ന് ചിന്തിച്ച് മൂക്കത്ത് വിരൽ വെച്ച് നിൽക്കുമ്പോൾ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിയമങ്ങൾ മാറ്റിമറിക്കുന്നത് നമുക്ക് കാണാനാവും. ഈ ലോകത്തിൽ സകല സൃഷ്ടവസ്തുക്കളുടെയും മണിമകുടമായി മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവസൃഷ്ടിയായ മനുഷ്യൻ ലോകവസ്തുക്കളിലേക്ക് കണ്ണും നട്ടിരിക്കുമ്പോൾ ദൈവത്തെയും ദൈവം നന്മയ്ക്കായി നൽകിയ നിയമങ്ങളും ചട്ടങ്ങളും ചട്ടക്കൂടുകളിൽ നിന്നും വ്യതിചലിക്കരുത് എന്ന ചിന്തയിൽ അവിടുന്ന് നമുക്കായി വച്ചു നീട്ടിയ കൽപ്പലകകളാണ് പഴയ നിയമവും പുതിയ നിയമവും. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു, നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ നിയമത്തിന്റെ പൂർത്തീകരണവും പൂർണ്ണതയും ക്രിസ്തുവാണ് എന്ന് അസന്നിഗ്ധമായി വെളിപ്പെടുത്തുകയും നിയമത്തിന്റെ ലക്ഷ്യം ദൈവഹിത നിർവഹണമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. നീതി നിഷേധിക്കപ്പെടുന്ന നിയമജ്ഞരുടെയും ഫരിസേയരെയും നീണ്ട നിയമപുസ്തകങ്ങളെ സ്നേഹമെന്ന ഒരൊറ്റ നിയമം കൊണ്ട് പൂർത്തീകരിക്കുകയാണ് ഈശോ ഈ സുവിശേഷ ഭാഗത്ത്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നു, ആകാശവും ഭൂമിയും കടന്നു പോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. സുപ്രസിദ്ധ എഴുത്തുകാരനായ ആലയൻ ദെ കോബ്സ് ഇപ്രകാരം എഴുതി, ലോകചരിത്രം പെൻസിൽ കൊണ്ടേ എഴുതാവൂ. പലപ്പോഴും അത് മാറ്റി എഴുതേണ്ടി വരും. കാരണം അസത്യങ്ങളും അർദ്ധസത്യങ്ങളും ചരിത്രരേഖകളായി വരാം. എന്നാൽ ക്രിസ്തുവിന്റെ വചനം മഷികൊണ്ടല്ല, തങ്കലിപികളാൽ ആലേഖനം ചെയ്യാം. കാരണം അവയ്ക്കൊരിക്കലും മാറ്റം വരികയില്ല. അവ മായിച്ച് എഴുതേണ്ടി വരികയില്ല. വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ നിലകൊള്ളും. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നു, പ്രമാണങ്ങൾ അനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. മത്തായി എഴുതിയ സുവിശേഷം 22-ാം അധ്യായം 37 മുതൽ 40 വരെ സുപ്രധാന കൽപ്പനകൾ വെളിപ്പെടുത്തുന്നു. നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കുക. ഇതാണ് പ്രധാനവും പ്രഥമവുമായ കൽപ്പന. രണ്ടാമത്തെ കൽപ്പനയും ഇതിന് തുല്യം തന്നെ. നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക. അതെ, ദൈവസ്നേഹവും പരസ്നേഹവും ഒരു നാണയത്തിന്റെ 2 വശങ്ങളാണ്. ഒന്നിനെ മറ്റേതിൽ നിന്ന് മാറ്റി നിർത്താനാവില്ല. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ്ലീഹ നിയമത്തിന്റെ പൂർത്തീകരണം സ്നേഹത്തിലാണ് എന്ന് സമർത്ഥിക്കുന്നത് കാണാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ വൈപരീത്യത്തിന്റെ വെന്നിക്കൊടി പാറിക്കുന്ന പ്രസ്താവനയാണ് നാം കാണുക. കൊല്ലരുത്, കൊല്ലുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അർഹനാകും. ഈശോ നൽകിയ സ്നേഹത്തിന്റെ കൽപ്പനയുടെ പ്രായോഗിക തലമാണിത്. നിയമാനുഷ്ഠാനത്തിൽ വ്യക്തിയുടെ മനോഭാവത്തിനാണ് ഈശോ പ്രാധാന്യം നൽകുന്നത് എന്ന സാരം. ഓട്ടോബയോഗ്രഫി ഓഫ് എ യോഗി എന്ന ഗ്രന്ഥത്തിൽ ഒരു സംഭവം വിവരിക്കുന്നത് ഇപ്രകാരമാണ്. യോഗാനന്ദൻ ഗുരുവിന്റെ സവിധേയിരുന്ന് പ്രാചീന ഗ്രന്ഥങ്ങളുടെ വ്യാഖ്യാനം കേൾക്കുകയായിരുന്നു. ഒരു കൊതുക് അദ്ദേഹത്തിന്റെ തുടയിൽ കുത്തി. അദ്ദേഹം കൊതുകിനെ അടിക്കാൻ കൈ ഉയർത്തി. ഗുരു പഠിപ്പിച്ച അഹിംസയെക്കുറിച്ചുള്ള വിചാരം പെട്ടെന്ന് കൈ താഴെയിടാൻ പ്രേരിപ്പിച്ചു. ഗുരു ചോദിച്ചു, നീ എന്തുകൊണ്ടാണ് ആ പ്രവൃത്തി പൂർത്തിയാക്കാതിരുന്നത്? ശിഷ്യൻ ചോദിച്ചു, ഹിംസയാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഗുരു തുടർന്നു, നീ മനസ്സുകൊണ്ട് മാരകമായി അടിച്ചല്ലോ. ഹിംസ എന്നാൽ കൊലപാതകം മാത്രമല്ല, മനസ്സിലെ ആഗ്രഹം അല്ലെങ്കിൽ ചിന്തയാണ്. കൊല്ലാനുള്ള ആഗ്രഹം, കോപിക്കുന്ന ചിന്ത, ഇതെല്ലാം ഇല്ലാതാക്കണം. എല്ലാവരും നടന്ന വഴിയെ നടന്നവനല്ല ക്രിസ്തു. പിന്നെയോ നിലനിന്നിരുന്ന അധാർമിക വ്യവസ്ഥയെ ചോദ്യം ചെയ്യുന്ന സ്നേഹത്തിന്റെ വിപ്ലവകാരിയാണ് ഈശോ. അഭേദ്യവും അനിഷേധ്യവുമായി കരുതിയിരുന്ന
മോശയുടെ നിയമങ്ങളെയാണ് ഈശോ വെല്ലുവിളിച്ചത്. വീണ്ടും മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ, നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ട് എന്ന് അവിടെ വെച്ചോർത്താൽ ബലിവസ്തു അവിടെ വച്ചിട്ട് പോയി സഹോദരനുമായി രമ്യപ്പെടുക, പിന്നെ വന്ന് ബലിയർപ്പിക്കുക. കാരുണ്യം ബലിയേക്കാൾ ശ്രേഷ്ഠമായതുകൊണ്ട് ദൈവസന്നിധിയിലെ കാഴ്ചയർപ്പണത്തിനു മുൻപ് ഹൃദയം വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കണമെന്ന് അനുദിനവും വിശുദ്ധ ബലിയിൽ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതായത് തക്ക സമയത്ത് തന്നെ സഹോദരനുമായി സമാധാനം സ്ഥാപിക്കണം, നീട്ടിവെക്കരുത്. സഹോദര സ്നേഹത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയ വിശുദ്ധ ചാവറ പിതാവും തന്റെ പ്രബോധനത്തിൽ കൂടപ്പിറപ്പ് സ്നേഹത്തെക്കുറിച്ച് വാചാലനാവുന്നതായി കാണാം. പ്രിയപ്പെട്ടവരെ, മനുഷ്യാവതാരത്തിന്റെ മഹാജൂബിലി ആഘോഷിക്കുന്ന ഈ ധന്യവേളയിൽ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും ആവോളം വളർന്ന് ഈശോയുടെ സാക്ഷികളായി മാറാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.